ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് വെഡിങ്. തടസ്സങ്ങൾ നീങ്ങി. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം ഉടൻ. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കലിന് പണം നൽകി തുടങ്ങി. കഴിഞ്ഞ 9 വർഷമായി അനിശ്ചിതാവസ്ഥയിലായിരുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാര തുക വിതരണം ചെയ്തു തുടങ്ങി. ഇതോടെ ബൈപ്പാസിന് ആവശ്യമായ മുഴുവൻ ഭൂമിയും ഏറ്റെടുത്തു. സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങിയതോടെ ടെൻഡർ നടപടികൾ ആരംഭിച്ച് ബൈപ്പാസ് നിർമ്മാണം ഉടൻ തുടങ്ങാനാവുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA അറിയിച്ചു. സുഹൃത്തുക്കളെ, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഏറെക്കാലമായി നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ഒട്ടേറെ ആളുകൾ, കുറേ സാധാരണക്കാർ അവിടെ ഭൂമി സർക്കാർ ഏറ്റെടുത്തുവെങ്കിലും അവരുടെ ഭൂമിയുടെ വില നൽകാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല, നടത്താത്ത സമരങ്ങളില്ല. പക്ഷേ അവർക്കൊരു ചില്ലി കാശ് പോലും കൊടുത്തിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കഴിഞ്ഞ 6 മാസക്കാലമായി ഈ 100-200ഓളം സ്ഥലത്തിൻ്റെ വില ലഭിക്കാനുള്ള ആളുകളും ഞാനും ഈ കഴിഞ്ഞ 6 മാസമായി അതിൻ്റെ പിറകിലായിരുന്നു. ഇന്ന് നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് അതിൻ്റെ മുഴുവൻ ആളുകൾക്കും, വെളിയന്തോട് വരെ ഈ ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത മുഴുവൻ ആളുകൾക്കും, 200ഓളം ആളുകൾക്കും ഉള്ള തുക ഇന്നു മുതൽ നൽകിക്കഴിഞ്ഞു. ഈ ഒരാഴ്ച കൊണ്ട് അത് നൽകി പൂർത്തിയാകും എന്ന വലിയ സന്തോഷം ഈ കാര്യത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിലമ്പൂർ ബൈപ്പാസിന്റെ രണ്ടാം ഘട്ടത്തിന് 159 പേരിൽ നിന്നും 10.7416 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനായി 55 കോടി രൂപയാണ് അനുവദിച്ചത്. ഭൂമി വിട്ടു നൽകിയവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നഷ്ടപരിഹാര തുക എത്തിത്തുടങ്ങി. ആര്യാടൻ ഷൗക്കത്ത് MLAയുടെ നിരന്തര ഇടപെടലിലാണ് 9 വർഷമായി നിർജീവാവസ്ഥയിലായിരുന്ന നിലമ്പൂർ ബൈപ്പാസിന് പുതുജീവനായത്. ഭൂവുടമകൾക്ക് നഷ്ടപരിഹാര തുക വിതരണം പൂർത്തീകരിച്ച് നിലമ്പൂർ ബൈപ്പാസ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ MLA ആയ ശേഷം ഈ ആവശ്യത്തിനായി വിശ്രമമില്ലാതെയാണ് പ്രവർത്തിച്ചത്. മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, റവന്യൂ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ധനകാര്യ സെക്രട്ടറി, പൊതുമരാമത്ത് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട് നിലമ്പൂർ ബൈപ്പാസ് വേഗത്തിലാക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും നീക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പൊതുമരാമത്ത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗവും ചേർന്നിരുന്നു. അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയിൽ നിലമ്പൂരിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നിലമ്പൂർ ബൈപ്പാസിന് 2015 UDF സർക്കാർ ഭരണാനുമതി നൽകി നിർമ്മാണം ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ 9 വർഷമായി പാതിവഴി ഉപേക്ഷിച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ 227.18 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച ആദ്യഘട്ടത്തിന് സാങ്കേതിക അനുമതിയായി. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനായില്ല. ഭരണാനുമതിയിൽ ബൈപ്പാസിനുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത ശേഷമേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയാണ് തടസ്സമായിരുന്നത്. രണ്ടാം ഘട്ടത്തിനായി സ്ഥലം നൽകിയവർക്ക് പണം നൽകിയതോടെ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള സാങ്കേതിക തടസ്സവും നീക്കാനായി. KNG റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി OCK പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് നിലമ്പൂർ ബൈപ്പാസ്. ഇതിൽ ചക്കാലക്കുത്ത് മുതുകാട് റോഡ് ചേരുന്നതുവരെയുള്ളവർക്ക് നേരത്തെ നഷ്ടപരിഹാര തുക നൽകിയിരുന്നു. OCK പടി മുതൽ മുക്കട്ട വരെ 4.387 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒന്നാം ഘട്ട നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടി വേഗത്തിലാകും. N4 ന്യൂസ്, നിലമ്പൂർ. അറ്റ്ലസ് ഫാഷൻ, മിനർവ പടി, നിലമ്പൂർ. ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.